നീറ്റ് പരീക്ഷ നടത്തിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പരീക്ഷാ മുറികളിൽ CCTV ക്യാമറകൾ ഉണ്ടായില്ല. ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകളിൽ പലതിലും വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്ന് കണ്ടെത്തൽ. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, നീറ്റ് പരീക്ഷ ഇത്രയധികം സുരക്ഷിതത്വം ഇല്ലാതെ അല്ലെങ്കിൽ അതിന്റെ ചോദ്യപേപ്പർ അടക്കമുള്ളവ ഇങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത് എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. മോത്തി, തീർച്ചയായിട്ടും ഭീകരമായിട്ടുള്ള അപാകതകളാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഈ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ പരീക്ഷ നടന്ന ദിവസം ഒരു പ്രത്യേക സംഘം 399 പരീക്ഷാ സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. അത് സാധാരണഗതിയിൽ NTA എല്ലാം അനുമതിയോടുകൂടി അവരുമായി പരിഗണിച്ചെല്ലാം നടത്തുന്ന ഒരു പരിശോധനയാണ്. ആ പരിശോധനയിൽ നടത്തിയ 57% സെൻറ്ററുകളിലും കൃത്യമായിട്ട് CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. മാനദണ്ഡം അനുസരിച്ച് ഓരോ ക്ലാസ് മുറികളിലും 2 വീതം CCTV ക്യാമറകൾ വേണം. അതിൻ്റെ ലൈവ് ഫീഡ് ഇവിടെ ഡൽഹിയിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തുണ്ടാവണം. അത് അവർ പരിശോധിക്കും, എന്തെങ്കിലും ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങളടക്കം അറിയാൻ വേണ്ടി. പക്ഷേ അത്തരത്തിൽ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 17% സെൻറ്ററുകളിൽ ഈ ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് മുറിക്ക് കൃത്യമായിട്ടുള്ളൊരു കാവൽ നിൽക്കാൻ ആളുണ്ടായിരുന്നില്ല. ചോദ്യപേപ്പർ വിതരണം നടത്തുന്നത് വരെയും അവിടെ സുരക്ഷാ ജീവനക്കാരന് ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു മാനദണ്ഡം. പക്ഷേ അതും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 399 കേന്ദ്രങ്ങളിലെ ഏകദേശം 17-18% കേന്ദ്രങ്ങളിലെയും അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇൻവിജിലേറ്റേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും സുരക്ഷിതത്വം ഇല്ലാതെയാണോ നീറ്റ് പോലെയുള്ള ഒരു പരീക്ഷ നടത്തുക? ഇത്രയധികം കുട്ടികൾ പരിശ്രമിച്ചെഴുതുന്ന ഒരു പരീക്ഷയാണ്, അതിങ്ങനെയാണോ നടത്തേണ്ടത് എന്ന കാര്യത്തിലാണ് ഇനിയൊരു വിശദീകരണമൊക്കെ നമുക്ക് ലഭിക്കേണ്ടത്. ഏതായാലും ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കുട്ടികളുടെ പരീക്ഷ, നീറ്റ് പരീക്ഷ ഇങ്ങനെ വിവാദത്തിൽ പെട്ടിരിക്കുന്നു.